രാജ്യത്തെ നടുക്കി കശ്മീരിൽ വൻ ഭീകരാക്രമണം. പുൽവാമ ജില്ലയിലെ അവന്തിപുരയിൽ സിആർപിഎഫ് ജവാന്മാരുടെ വാഹനവ്യൂഹത്തിനു നേരെ ജെയ്ഷെ മുഹമ്മദ് ചാവേർ സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ഇടിച്ചു കയറ്റി. പൊട്ടിത്തെറിയിൽ 20 സൈനികർ കൊല്ലപ്പെട്ടു, 10 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ജെയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനയുടെ ചാവേറായ ആദിൽ അഹമ്മദാണ് കാർ ഇടിച്ചു കയറ്റിയതെന്ന് തെളിഞ്ഞു. 100 കണക്കിന് സിആർപിഎഫ് സൈനികർ കടന്നുപോകുന്ന വാഹനനിരയിലേക്കാണ് ചാവേർ കാർ ഇടിച്ചു കയറ്റിയത്. ഉറി ഭീകരാക്രമണത്തിന് ശേഷം കശ്മീരിൽ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, മരണസംഖ്യ ഇനിയും ഉയരുമെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമാണോ ഉള്ളത്? എത്രത്തോളം നിർണായകമായി ഗൌരവകരമായി എടുത്തിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയവും സർക്കാരും സംഭവത്തെ? അപർണ, ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയാണ് രാജ്യത്തെ നടുക്കിയ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. ആക്രമണത്തിൽ ഇപ്പോൾ 20 പേർ മരിച്ചതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അപകടത്തിൽ പരിക്കേറ്റ 15 ജവാന്മാരുടെ നില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന സൂചനയുമുണ്ട്. സൈനികർ കടന്നുപോയ വാഹനവ്യൂഹത്തിന് നേരെയായിരുന്നു ചാവേർ ആക്രമണം നടന്നത്. 70 വാഹനങ്ങളിലായി 2000-ലധികം സൈനികരായിരുന്നു പരിശീലനം പൂർത്തിയാക്കിയ ശേഷം ജമ്മു ശ്രീനഗർ പാതയിലൂടെ കടന്നുപോയത്. ഈ വാഹനവ്യൂഹ നേരെ അത്യുഗ്ര സ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ നിറച്ച ഒരു കാർ ഇടിച്ചു കയറുകയായിരുന്നു. ജെയ്ഷെ മുഹമ്മദിന്റെ ചാവേറാണ് ആക്രമണം നടത്തിയത് എന്ന് വ്യക്തമായിരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ആക്രമണത്തിൽ ഒരു വാഹനം പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു. ആ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും വളരെ നേർത്ത അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ആ നിലയിൽ മൃതദേഹങ്ങളെല്ലാം തന്നെ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. ആ വാഹനത്തിൽ, അതായത് പൂർണ്ണമായും തകർന്ന വാഹനത്തിൽ 35 സൈനികരാണ് ഉണ്ടായിരുന്നത്. ഈ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നവരാണ് പ്രധാനമായും മരിച്ചിട്ടുള്ളത്. മറ്റു ചില വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. CRPF ഉദ്യോഗസ്ഥരാണ് മരിച്ചത് എന്നതുകൊണ്ട് തന്നെ മലയാളികൾ അടക്കമുള്ളവർ CRPFൽ ജോലി ചെയ്യുന്നവരാണ്. അത്തരം ആശങ്കകളും നമുക്ക് ഈ ഘട്ടത്തിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടത് ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ളവരുടെ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നേരത്തെ സൈനിക ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോഴും മരണസംഖ്യ കൃത്യമായി വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല. ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തുവെങ്കിലും ആക്രമണത്തിന്റെ സ്വഭാവം ഉൾപ്പെടെയുള്ളവ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുമില്ല. എന്നാൽ CRPF DG RR ഭക്ത് നടത്തിയ മാധ്യമങ്ങളോട് KP അഭിലാഷാണ് വിശദാംശങ്ങൾ. കശ്മീരിൽ അവന്തിപുരയിൽ വൻ ഭീകരാക്രമണത്തിൽ 25 സൈനികർ കൊല്ലപ്പെട്ടതായ വിവരം. മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള ആശങ്കകളും ബാക്കിയാണ്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ NSSന്റെയും തന്ത്രിയുടെയും വാദങ്ങൾക്ക് മറുപടി എഴുതി നൽകി സംസ്ഥാന സർക്കാർ. യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു. വാദങ്ങൾ എഴുതി നൽകാൻ കോടതി അനുവദിച്ച സമയപരിധി ഇന്നലെ അവസാനിച്ചതോടെ പുനഃപരിശോധന ഹർജിയിൽ വിധി ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അഭിഭാഷകർ. ശബരിമല യുവതീ പ്രവേശന വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ വിധി പറയാൻ മാറ്റിയ ശേഷം വാദങ്ങൾ എഴുതി നൽകാൻ കോടതി അനുവദിച്ച 7 ദിവസത്തെ സമയം ഇന്നലെയാണ് അവസാനിച്ചത്. NSS തന്ത്രി കണ്ഠരര് രാജീവർ എന്നിവർ നൽകിയ പുനഃപരിശോധനാ ഹർജികളെ ശക്തമായി എതിർത്ത് 2 സെറ്റ് വാദങ്ങളാണ് സർക്കാർ നൽകിയത്. യുവതികളുടെ സാന്നിധ്യം ശബരിമലയിലെ അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ. ബാധിക്കുമെന്ന വാദം സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ്. 10 വയസ്സുള്ള പെൺകുട്ടി പോലും അയ്യപ്പന്റെ ബ്രഹ്മചര്യം ഇല്ലാതാക്കുമെന്ന വാദം അംഗീകരിക്കാനാകില്ല. 2007 വരെ 35 വയസ്സ് കഴിഞ്ഞ യുവതികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാമായിരുന്നു. 2007 ഇത് 60 വയസ്സായി ഉയർത്തിയത്. 35 വയസ്സുള്ള യുവതിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമാകാമെങ്കിൽ ശബരിമലയിൽ പ്രവേശിക്കുകയും ചെയ്യാം. യുവതികളെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അയ്യപ്പ ആരാധനയുടെ അനിവാര്യ ഘടകമല്ല. 100 കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ യുവതികൾക്ക് പ്രവേശിക്കാം. യുവതികൾക്ക് വിലക്കുള്ളത് ശബരിമലയിൽ മാത്രമാണെന്നും സർക്കാർ വാദിക്കുന്നു. പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുന്നതും അനുകൂലിക്കുന്നതുമായ വ്യക്തികളും സംഘടനകളും വാദങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച് കോടതി അടുത്തയാഴ്ച വിധി പ്രസ്താവിക്കുമോ എന്നാണ് അഭിഭാഷകർ ഉറ്റുനോക്കുന്നത്. ഡൽഹിയിൽ നിന്നും M ഉണ്ണികൃഷ്ണൻ, News 18. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് തിരുത്തി. അടുത്ത മാസത്തോടെ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാകൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു. ഈ മാസം 20-ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് KPCC പ്രസിഡന്റ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇതിനിടെ മത്സരിക്കാനില്ല എന്ന നിലപാട് ഉമ്മൻചാണ്ടി ആവർത്തിച്ചു. സ്ഥാനാർത്ഥി നിർണയ ചർച്ച വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്.
AICC നേതൃത്വവുമായി ചർച്ച നടത്തിയ ശേഷം ഡൽഹിയിലാണ് KPCC അധ്യക്ഷൻ ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഈ പ്രഖ്യാപനം നടപ്പിലാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഫെബ്രുവരി 25 കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജാഥ 28 തീയതി വരെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഫസ്റ്റ് വീക്കോട് കൂടി ഞങ്ങൾ തീരുമാനമെടുക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമഹായാത്ര ഈ മാസം 28 സമാപിക്കുന്നത്. ഇതിനുശേഷം മാത്രമേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ഗൗരവ ചർച്ചകൾ തുടങ്ങൂ. ഇതിനിടെയാണ് മത്സരിക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി വീണ്ടും സൂചന നൽകിയത്. കോൺഗ്രസിനും UDFനും ജനസമ്മതിയുള്ള കഴിവുള്ള അർഹതയുള്ള ധാരാളം നേതാക്കന്മാരുണ്ട്. അപ്പോൾ MLA ആയ ഞാൻ വന്ന് മത്സരിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യമില്ല. അതെ, പിന്നെ ഏത് കാര്യത്തിലും അവസാന വാക്ക് ഉണ്ടല്ലോ. മത്സരിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നായിരുന്നു സുധീരന്റെയും ഉമ്മൻചാണ്ടിയുടെയും സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള മുല്ലപ്പള്ളിയുടെ പ്രതികരണം. സുധീരൻ മത്സരിച്ചാൽ സ്വാഗതം ചെയ്യുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ആരെങ്കിലും മത്സരിക്കണം എന്ന കാര്യം ഇതുവരെ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടിയോട് തിരിച്ചറിഞ്ഞാണ് KPCCയുടെ തീരുമാനം. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് കനത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന എതിർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ മറ്റു മുന്നണികൾക്ക് ഇത് സഹായമാവും. ഒപ്പം സ്ഥാനാർത്ഥി മോഹികളായവർ അവസാന നിമിഷം വരെ കലാപമുണ്ടാക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കാണുന്നു. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. LDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിറ്റിംഗ് MPമാർക്ക് പ്രത്യേക പരിഗണന നൽകില്ല എന്ന് മുന്നണി കൺവീനർ A. വിജയരാഘവൻ. മുൻ MPമാർക്കും പ്രത്യേക പരിഗണന ഉണ്ടാകില്ല. ജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കുകയെന്നും A. വിജയരാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. നിയോജക മണ്ഡലങ്ങളുടെ സാധ്യത നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. സ്ഥാനാർത്ഥി നിർണയം 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്നും വിജയരാഘവൻ പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയ്ക്കാണ് മുൻകൈ നൽകുക. അത് സിറ്റിംഗ് MP അല്ലെങ്കിൽ അതിൻ്റെ മുമ്പുള്ള MP എന്നുള്ള നിലയ്ക്കല്ല. ഓരോ നിയോജകമണ്ഡലത്തിൻ്റെയും സാധ്യതകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അർഹമായ പരിഗണന ഈ ചർച്ചകളും എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. നമുക്ക് മുന്നണിയുടെ പൊതുമുന്നേറ്റത്തിന് സഹായകരമായ രൂപത്തിലുള്ള സീറ്റ് വിഭജനവും ഒരു സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറാക്കുക എന്നുള്ള നിലയിൽ അത് പൂർത്തീകരിക്കണം. ഇടത് മുന്നണിയുടെ കേരള സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണിയുടെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, ആരെല്ലാമാണ് ജാഥയിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ? ഉദ്ഘാടനം എപ്പോഴത്തേക്കായിരിക്കും നടക്കുക? ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു. സുധാകർ റെഡ്ഡി, CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി ഇപ്പോൾ ഇടതുമുന്നണിയുടെ തെക്കൻ മേഖലാ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇടതുമുന്നണി പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കോടിയേരി ബാലകൃഷ്ണനാണ് തെക്കൻ മേഖലാ ജാഥ നയിക്കുന്നത്. വടക്കൻ മേഖലാ ജാഥ 16 കാസർഗോഡ് നിന്ന് ആരംഭിക്കും. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികളിലൊക്കെ നേതാക്കൾ ഈ തെക്കൻ മേഖലാ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട്. ജാഥയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. LDFന്റെ കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് CPI നേതാവ് സുധാകർ റെഡ്ഡി. കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റിൽ PJ ജോസഫ് മത്സരിക്കണമെന്ന് മോൻസ് ജോസഫ്. 2 സീറ്റ് എന്ന നിലപാടിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന് മോൻസ് ജോസഫ് ആവശ്യപ്പെട്ടു. 18 നടക്കുന്ന UDF ചർച്ചയ്ക്ക് ശേഷം സീറ്റ് ലഭിച്ചില്ലെങ്കിൽ ജോസഫ് വിഭാഗം പാർട്ടി വിടുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് സൂചന. PJ ജോസഫിന് KM മാണിയോട് പറയാനുള്ള കാര്യങ്ങളാണ് മോൻസ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ജോസഫിന്റെ ജയസാധ്യത ചൂണ്ടിക്കാട്ടിയാണ് മോൻസ് പുതിയ ആവശ്യം മുന്നോട്ട് വെച്ചത്. പ്രധാന നേതാവ് എന്ന നിലയിൽ PJ ജോസഫ് സാറ് മത്സരിക്കേണ്ടത് ജയിക്കാൻ ആവശ്യമാണ് എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കേണ്ട വിഷയമാണ്. കോൺഗ്രസ് എത്ര സീറ്റ് നൽകിയാലും പ്രഥമ പരിഗണന ജോസഫ് വിഭാഗത്തിന് നൽകണമെന്ന അവകാശവാദവും മോൻസ് ജോസഫ് നടത്തി. ജോസ് കെ മാണിയുടെ രാജ്യസഭാ പ്രവേശത്തിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഈ അവകാശവാദം. കോട്ടയം പ്ലസ് ഇടുക്കി ആ 2 സീറ്റും പാർട്ടിക്ക് ഒന്നിച്ച് കിട്ടണമെന്നുള്ളതാണ്, അല്ല ഓരോരുത്തർക്കും ഓരോ സീറ്റ് എന്നുള്ളതല്ലോ. കോട്ടയം സീറ്റിൽ തന്റെ പേര് ഉയരുന്നതിനെ മോൻസ് ജോസഫ് പൂർണ്ണമായും തള്ളിക്കളയുന്നു. താൻ മത്സരത്തിനില്ല, പാർലമെന്റിലേക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന നിലപാട് എനിക്കുണ്ട്. 18 കോൺഗ്രസുമായി നടക്കുന്ന ചർച്ച ഇതോടെ നിർണായകമായി. 1 സീറ്റാണ് ലഭിക്കുന്നതെങ്കിൽ അത് PJ ജോസഫിനെന്ന നിർദ്ദേശമാണ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. KM മാണി എടുക്കുന്ന നിലപാടിനെ ആശ്രയിച്ചായിരിക്കും രണ്ടിലയുടെ ഭാവി. ന്യൂസ് 18 കോട്ടയം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാനില്ലെന്ന തീരുമാനം തുഷാർ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. NDA കൺവീനർ എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് മാറി നിൽക്കുന്നതെന്ന് തുഷാർ പറയുമ്പോഴും ജയസാധ്യതക്കുറവും SNDPയുടെ വിയോജിപ്പുമാണ് കാരണമെന്നാണ് സൂചന. തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ തൃശൂർ വിട്ടുനൽകാമെന്നായിരുന്നു BJP നിലപാട്. ആദ്യഘട്ടം മുതൽ BJP സംസ്ഥാന നേതൃത്വം തുഷാർ മത്സരരംഗത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ആവശ്യം തള്ളിയാണ് BDJS അധ്യക്ഷൻ മത്സരിക്കാനില്ലെന്ന് BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. NDA കൺവീനർ എന്ന നിലയിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കുകയാണ് ലക്ഷ്യമെന്ന് തുഷാർ ന്യൂസ് 18നോട് പറഞ്ഞു. സംഘടനാ ചുമതല ഉള്ളതുകൊണ്ട് മത്സരരംഗത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് NDA സ്ഥാനാർത്ഥിയാണ്. ജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മത്സരിക്കാൻ പോയാൽ എല്ലാ നിയോജകമണ്ഡലങ്ങളിലുള്ള കോൺസെൻട്രേഷൻ ഇങ്ങോട്ടേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മറ്റുള്ള നിയോജകമണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ അത് ബാധിക്കും. തുഷാർ മത്സരിക്കേണ്ടതില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. SNDPയിലെ വിയോജിപ്പും ജയസാധ്യത ഇല്ലാത്തതുമാണ് മത്സരരംഗത്ത് നിന്ന് തുഷാറിനെ പിന്നോട്ട് നയിക്കുന്നത്. മത്സരിക്കാനില്ലെന്ന് തുഷാർ BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതോടെ കേരള ഘടകവുമായുള്ള ഐക്യമില്ലായ്മയും പ്രകടമായിരിക്കുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. റായ്ബറേലിയിൽ നിന്ന് സോണിയാഗാന്ധി വീണ്ടും മത്സരിക്കാൻ സാധ്യതയേറി. തെരഞ്ഞെടുപ്പിന് മുൻപ് സഖ്യരൂപീകരണത്തിന് കോൺഗ്രസും NCPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചു. ഡൽഹിയിൽ AAPയുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് വിസമ്മതിച്ചതായി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്ക് വോട്ട് ചോദിക്കാൻ ഇല്ലെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. നെഹ്റുവിന്റെ മണ്ഡലമായിരുന്ന ഫുൽപൂരിലും ലക്നൌവിലും പ്രിയങ്കയുടെ പേര് ചർച്ചയായിരുന്നു. ഒരു മണ്ഡലത്തിൽ മാത്രം പ്രിയങ്കയുടെ പ്രവർത്തനം ഒതുങ്ങുമെന്ന വിലയിരുത്തലിൽ കൂടിയാണ് മത്സരിക്കേണ്ടെന്ന തീരുമാനം. റായ്ബറേലിയിൽ 5ാം തവണയും സോണിയാഗാന്ധി തന്നെ മത്സരിക്കാൻ സാധ്യതയേറി. അതേസമയം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ BJP വിരുദ്ധ സഖ്യത്തിനായി പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകൾ സജീവമാക്കി. नेशनल लेवल में हम लोग एक साथ में काम करेंगे. तीसरी बात यह है हम लोग कॉमन मिनिमम एजेंडा प्रोग्राम हम लोग तैयार करेंगे. चौथी बात यह है कि हम लोगों ने प्री पोल अलायंस कर लेंगे. ഇന്നലെ ഡൽഹിയിൽ ശരത് പവാറിന്റെ വസതിയിൽ നടന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി, മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, ഫറൂഖ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തിരുന്നു. ഡൽഹിയിൽ AAPയുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് അറിയിച്ചതായി കെജ്രിവാൾ പറഞ്ഞു. മഹാരാഷ്ട്രയിലെ NCP കോൺഗ്രസ് സഖ്യത്തിൽ ഉദ്ധവ് താക്കറെയുടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയെ ഉൾപ്പെടുത്താൻ ചർച്ചകൾ തുടങ്ങി. തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഖ്യം പ്രായോഗികമല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. ന്യൂസ് 18 ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വന്തം തട്ടകത്തിൽ കടന്നാക്രമിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വൻകിട വ്യവസായികൾക്ക് കോടികൾ നൽകുന്ന മോദിക്ക് കർഷകർക്കും ആദിവാസികൾക്കും വേണ്ടി ചെലവാക്കാൻ പണമില്ലെന്ന് രാഹുൽ ഗുജറാത്തിലെ റാലിയിൽ കുറ്റപ്പെടുത്തി. RSS പ്രചാരിപ്പിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ സ്നേഹം കൊണ്ട് നേരിടണമെന്നും രാഹുൽ ഗാന്ധി അജ്മീരിൽ പറഞ്ഞു. S. രാജേന്ദ്രൻ MLAക്കെതിരെ നടപടിയുമായി CPM. ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജിനെതിരെ മോശം പരാമർശം നടത്തിയ MLA ഇടുക്കി ജില്ലാ കമ്മിറ്റി ശാസിച്ചു. ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്നും S. രാജേന്ദ്രൻ ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകി. MLAയുടെ നടപടി അപക്വവും തെറ്റുമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. രാജേന്ദ്രന്റെ ഭാഗത്തുള്ള നടപടി അപക്വമാണ്, തെറ്റാണ്. പാർട്ടി തലത്തിൽ രാജേന്ദ്രനെ പറ്റി പരിശോധിച്ച് ആവശ്യമായ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI കുറ്റപത്രത്തിനെതിരെ വിടുതൽ ഹർജി നൽകി P. ജയരാജനും TV. രാജേഷ് MLA. വിചാരണ CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്ന് CBI അഭിഭാഷകൻ കേസ് പരിഗണിക്കവെ ആവശ്യപ്പെട്ടു. P. ജയരാജൻ ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരായില്ല. P. ജയരാജനും TV. രാജേഷ് MLAയും ഉൾപ്പെടെയുള്ള 6 പ്രതികളാണ് ഷുക്കൂർ വധക്കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജി സമർപ്പിച്ചത്. CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ ഗൂഢാലോചന നിലനിൽക്കില്ലെന്നാണ് വാദം. ഇതൊരു ജൂറിസ്ഡിക്ഷൻ, അതായത് ഏത് കോടതിയിലാണ് വിചാരണ ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ തീരുമാനമുണ്ടാകണം എന്നുള്ളതാണ് പ്രതിഭാഗം ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു തീരുമാനം 19-ന് കോടതി കൈക്കൊള്ളുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കേസ് CBI പ്രത്യേക കോടതിയിലേക്ക് മാറ്റണമെന്നായിരുന്നു CBI അഭിഭാഷകന്റെ ആവശ്യം. ഈ ആവശ്യം നേരത്തെ കോടതി തള്ളിയതാണെന്ന് പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഉൾപ്പെടെ 2 പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായില്ല. കേസ് കോടതി ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. തൊളിക്കോട് മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസിമി പീഡിപ്പിച്ചെന്ന് പെൺകുട്ടിയുടെ മൊഴി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ഇമാമിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ച ബന്ധുക്കൾക്കെതിരെയും കേസെടുത്തേക്കും. ഖാസിമിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസ് നിലപാടറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു.
ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിംഗിലാണ് പീഡനം നടന്നതായി പെൺകുട്ടി സമ്മതിച്ചത്. വൈദ്യപരിശോധന നടത്തിയ ഡോക്ടറോടും ഇത് ആവർത്തിച്ചു. അമ്മയെ ഭയന്നാണ് ആദ്യം പീഡനവിവരം മറച്ചുവെച്ചതെന്ന് പെൺകുട്ടി പറഞ്ഞതായി നെടുമങ്ങാട് ഡിവൈഎസ്പി അറിയിച്ചു. അമ്മയെ പേടിച്ചാണ് പറയാത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മ ചിലപ്പോൾ ഈ പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകളല്ലേ, അപ്പോൾ അവർക്ക് പെൺകുട്ടിയുടെ ഒരു ഇതിൽ വരുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവും. അമ്മയെ പേടിച്ചാണ് കുട്ടി പറയാത്തത്. പ്രതി ഷഫീഖ് അൽ കാസിമിക്കെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി. ഇയാളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് DGP വ്യക്തമാക്കി. പ്രതിക്ക് ഞങ്ങൾ പിടിക്കാം, അതിലൊരു സംശയമൊന്നുമില്ല. സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതിന് പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ അടക്കം കേസിൽ പ്രതിയാക്കുമെന്നും സൂചനയുണ്ട്. പെൺകുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ്. അതിനിടെ കാസിമി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാടറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. താൻ നിരപരാധിയാണെന്നും CPM പ്രാദേശിക നേതാവായ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും ജാമ്യാപേക്ഷയിൽ പറയുന്നു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യാപേക്ഷയിലുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. പ്രതിസന്ധിയിലായ വ്യവസായ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വ്യവസായ ബാങ്ക് രൂപീകരിക്കുമെന്ന് മന്ത്രി EP ജയരാജൻ. തകർന്നു കിടക്കുന്ന സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിന് പലിശരഹിത വായ്പ നൽകും. നോക്കുകൂലിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഞ്ചിക്കോട് വ്യവസായ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ന്യൂസ് 18 കേരളയും കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറവും സംയുക്തമായി സംഘടിപ്പിച്ച വ്യവസായ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ വ്യവസായ സംസ്കാരം വളർത്തിയെടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കിയ മന്ത്രി EP ജയരാജൻ വ്യവസായികളെ സഹായിക്കാൻ വ്യവസായ ബാങ്ക് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു കാര്യം, വ്യവസായങ്ങൾ സുഖകരമായി നടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ സഹായങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകും. സ്ഥാപനങ്ങൾ പൂട്ടുകയല്ല, പ്രവർത്തിപ്പിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ആധുനിക കാലഘട്ടത്തിലെ ട്രേഡ് യൂണിയനുകളും ഒത്തൊരുമിച്ച് സഹകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു പുതിയ സംസ്കാരം ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല, തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വ്യവസായ പാർക്കുകൾ നവീകരിക്കും. പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളിൽ പുതിയ പദ്ധതികൾക്ക് അനുമതി നൽകും. നോക്കുകൂലി വാങ്ങുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ, ഇൻഡസ്ട്രിയൽ പാർക്കിൽ എവിടെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. എല്ലാ കൂടിയും കൊണ്ട് വന്നില്ലേ നോക്കുകൂലിക്ക്? ഞങ്ങൾ പതറിയിട്ടുണ്ടോ? ഈ കേരളം നിക്ഷേപ സൗഹൃദമാക്കണം, ഒട്ടനവധി വ്യവസായങ്ങൾ ഉണ്ടാകണം, അതിലൂടെ കേരളം അഭിവൃദ്ധിപ്പെടണം. ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് ജലവിഭവ വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ ജലക്ഷാമം പരിഹരിക്കാൻ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഫോക്കസ് ഓൺ ലേബർ എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP, INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് K അപ്പു, BMS സംസ്ഥാന ജനറൽ സെക്രട്ടറി K ബാലചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലക്കാട്ടെ വിവിധ വ്യവസായ സംഘടനാ പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു. ന്യൂസ് 18 കേരള എഡിറ്റർ രാജീവ് ദേവരാജ് ആമുഖ പ്രസംഗം നടത്തി. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ UAE സംഘം സംസ്ഥാനത്തെത്തും. അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് ഹമദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഫുജൈറ ഭരണാധികാരിയും UAE സുപ്രീം കൌൺസിൽ അംഗവുമായ ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഹിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ലോക കേരള സഭയുടെ മിഡിൽ ഈസ്റ്റ് മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലൂടെ CAG രാജ്യത്തെ ജനങ്ങളെ തോൽപ്പിച്ചെന്ന് കോൺഗ്രസ്. CAG റിപ്പോർട്ടിന് കടലാസിന്റെ വില പോലുമില്ലെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം കുറ്റപ്പെടുത്തി. വിമാനങ്ങളുടെ എണ്ണം 36 കുറച്ചതടക്കമുള്ള നിർണായക ചോദ്യങ്ങൾക്ക് റിപ്പോർട്ടിൽ ഉത്തരമില്ല. JPC അന്വേഷണമാണ് ആവശ്യം. CAG എന്നാൽ ദൈവമല്ലെന്നും റിപ്പോർട്ടിൽ പാർലമെന്റിന് ഇടപെടാമെന്നും ചിദംബരം വ്യക്തമാക്കി. ഡൽഹി അഴിമതി വിരുദ്ധ ബ്യൂറോയും അന്വേഷണ കമ്മീഷനുകളും കേന്ദ്ര സർക്കാരിന് കീഴിലെന്ന് സുപ്രീംകോടതി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനവും വൈദ്യുതി നിരക്കും, ഡൽഹി സർക്കാരിന്റെ അധികാരം, ഉദ്യോഗസ്ഥ നിയമന, സ്ഥലമാറ്റം എന്നിവയിൽ 2 അംഗ ബെഞ്ചിൽ ഭിന്നതയുണ്ടായതിനാൽ തീരുമാനം 3 അംഗ ബെഞ്ചിന് വിട്ടു. അനിൽ അംബാനിയുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ ഉത്തരവിൽ തിരിമറി നടത്തിയെന്നാരോപിച്ച് 2 ജീവനക്കാരെ സുപ്രീംകോടതി പിരിച്ചുവിട്ടു. അസിസ്റ്റന്റ് രജിസ്ട്രാർ തപൻകുമാർ ചക്രബർത്തി, കോർട്ട് മാസ്റ്റർ മാനവ് ശർമ്മ എന്നിവരെയാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പിരിച്ചുവിട്ടത്. പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഇന്നലെ രാത്രിയാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. സംഭവത്തിൽ അഭിഭാഷകരുടെ പങ്കും അന്വേഷിക്കാൻ ഉത്തരവിട്ടതായാണ് സൂചന. പ്രളയ ദുരിതത്തിൽ നിന്നും കരകയറാൻ വൃക്ക വിൽക്കാൻ ഒരുങ്ങി ഇടുക്കിയിലെ കർഷകൻ. സ്വന്തം വീടിന്റെ ചുമരിലാണ് ഇടുക്കി സ്വദേശി വൃക്ക വിൽക്കാനുണ്ടെന്ന് എഴുതിവെച്ചത്. പ്രശ്നത്തെ ഗൌരവമായി കാണുമെന്നും സർക്കാർ എല്ലാ സഹായങ്ങളും നൽകുമെന്നും കൃഷിമന്ത്രി VS സുനിൽകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. ഇടുക്കി ജില്ലാ കളക്ടർ ജീവൻ ബാബു, S രാജേന്ദ്രൻ MLA എന്നിവർ ജോസഫിന്റെ വീട്ടിലെത്തി സഹായം ഉറപ്പു നൽകി. ഇടിഞ്ഞു പൊളിഞ്ഞ വീടിന്റെ ശേഷിക്കുന്ന ഭാഗത്താണ് ഈ ചുമരെഴുത്ത്. കൈക്കൂലി കൊടുക്കാത്തതിനാൽ ഒരു സഹായവും കിട്ടിയില്ല. അതിനാൽ വൃക്ക വിൽക്കുന്നുവെന്നാണ് ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി ജോസഫ് തണ്ണിക്കോട് വീടിന്റെ ചുമരിലെഴുതിയത്. വെള്ളത്തൂവൽ ടൗണിന് സമീപം പട്ടയമില്ലാത്ത 40 സെന്റിലാണ് ജോസഫും ഭാര്യ ആലീസും കഴിയുന്നത്.
വീടിനോട് ചേർന്നുള്ള കടമുറികൾ വാടകയ്ക്ക് കൊടുത്തായിരുന്നു ജീവിതം. കനത്ത മഴയിൽ കടമുറികൾ തകർന്നു. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീടിന്റെ പുനർനിർമ്മാണത്തിന് സഹായം തേടി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല. 76ാമത്തെ വയസ്സിൽ ഞാൻ പരാജയപ്പെടുകയാണ്. കൈക്കൂലി വേണേ കൊടുത്തേക്കാൻ ജീവിക്കാൻ വേണ്ടി. പക്ഷേ കൈക്കൂലി കൊടുക്കാനൊന്നുമില്ല. ഉണ്ടായിരുന്ന സ്വർണം വിറ്റ് മണ്ണ് മാറ്റി. ഇനിയിപ്പോൾ വിൽക്കാനുള്ളത് ആകെ വൃക്ക മാത്രമാണ്. ഒരു വൃക്ക പോയാലും ജീവിച്ചിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വൃക്ക വിറ്റ് ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കൈക്കൂലി കൊടുത്തേക്കാം എന്നങ്ങ് തീരുമാനിച്ചതാണ് സത്യം. മേസ്തിരി പണിക്കാരനായ ജോസഫ് ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. രോഗിയായി ജോലിക്ക് പോകാൻ കഴിയാതെ വന്നതോടെയാണ് നിത്യചെലവ് പോലും ബുദ്ധിമുട്ടിലായത്. ജോസഫിന്റെ ദുരിതം ശ്രദ്ധയിൽപ്പെട്ടെന്നും എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നും ഇടുക്കിയിലെത്തിയ കൃഷിമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന് അർഹമായ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ കൊടുക്കും. അതിന് അദ്ദേഹം കിഡ്നി വിൽക്കേണ്ട ഒരു കാര്യമില്ല. അത് സർക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ കൊടുത്തിരിക്കും. അതിന് യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിന്റെ ആവശ്യമില്ല. ഇടുക്കി ജില്ലാ കളക്ടർ ജീവൻ ബാബു ജോസഫിന്റെ വീട്ടിലെത്തി എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി. S രാജേന്ദ്രൻ MLAയും കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ 30 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. 77% പോളിംഗ് രേഖപ്പെടുത്തി. 5 മണിക്ക് വോട്ടെടുപ്പ് അവസാനിച്ചു. ആലപ്പുഴ ജില്ലയിലെ കൈനകരി ഗ്രാമപഞ്ചായത്തിലെ ഭജനമഠം വാർഡിലാണ് ഉയർന്ന പോളിംഗ്. ഇവിടെ 85% വോട്ടുകൾ രേഖപ്പെടുത്തി. 12 ജില്ലകളിലായി 111 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. നിലവിൽ 17 വാർഡുകൾ LDFനും 11 വാർഡുകൾ UDFനും 2 വാർഡുകളിൽ സ്വതന്ത്രരുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷയോടെയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. LDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF മേൽക്കൈ നേടിയിരുന്നു.